Welcome, dear students. Welcome to Gino's Physics World. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം, ഗോസസ് തിയറം ഓർ ഗോസസ് ലോ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ഗോസസ് തിയറം അല്ലെങ്കിൽ ഗോസസ് ലോ. അതെന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആർ യു റെഡി? യെസ്, നോക്കാം. സി, ഗോസസ് തിയറം പറയുന്നത് ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ് എന്നാണ് ഗോസസ് തിയറം പറയുന്നത്. ഓക്കെ, അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാം. ഒന്ന് നോക്കൂ. ഇപ്പോൾ ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണെന്ന് സങ്കല്പിക്കുക. ദിസ് ഈസ് എ ക്ലോസ്ഡ് സർഫസ്. ഈ ക്ലോസ്ഡ് സർഫസിനകത്ത് there are so many charges. Okay, and also outside there are so many charges outside of this closed surface. Okay, അപ്പോൾ ഇത് ഇൻസൈഡിലുള്ള ചാർജാണ്. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജാണിത്. എൻക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ്. അതാണ് എൻക്ലോസ്ഡ്. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിവിടെ റെഡ് ഇങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, എൻക്ലോസ്ഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പുറത്തിരിക്കുന്ന ചാർജുകളിൽ നിന്നും ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട് അല്ലേ? അകത്തുള്ള ചാർജിൽ നിന്നും ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ സർഫസ് വഴി പാസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we take or we consider only this amount of charge, enclosed charge. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ചാർജ്? എൻക്ലോസ്ഡ് ചാർജ്. സോ എൻക്ലോസ്ഡ് ചാർജ് മാത്രമേ നമ്മൾ പരിഗണിക്കാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പുറത്തുള്ള ചാർജിൽ നിന്നുള്ള ഫ്ലക്സ് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് നമ്മൾ എടുക്കാൻ പാടില്ല. അല്ലെങ്കിലും അറിയാമല്ലോ, പുറത്തുനിന്ന് ഫ്ലക്സ് ഇതുവഴി ഇതിനകത്തുള്ളിലേക്ക് കയറില്ല. നെറ്റ് ഫ്ലക്സ് ഈസ് 0 ഫ്രം ദി ചാർജസ് ഔട്ട്സൈഡ്. അപ്പോൾ പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം, ഒരു ക്ലോസ്ഡ് സർഫസിനുള്ളിൽ ഫ്ലക്സ് ഉണ്ടെങ്കിൽ അതെപ്പോഴും അത് എൻക്ലോസ് ചെയ്ത് വെച്ച ചാർജ് മുഖാന്തരം മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അതെങ്ങനെയാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്: ദി ടോട്ടൽ ഫ്ലക്സ് എൻക്ലോസ്ഡ് ഇൻ എ ക്ലോസ്ഡ് സർഫസ്. ക്ലോസ്ഡ് സർഫസ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈക്വൽ ടു എപ്പോഴും 1/ε0 ടൈംസ് ദി ടോട്ടൽ ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ε0. ഇത് ടോട്ടൽ ചാർജ്, ഇതിനകത്തുള്ള ചാർജാണ്. അപ്പോൾ ഇവിടെ എത്ര ചാർജ് ഉണ്ട്? 1 2 3 4 5 അല്ലേ? അപ്പോൾ അതിൻ്റെ ടോട്ടൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം, എമൗണ്ട് ഓഫ് ചാർജ്. അത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. സോ ദിസ് ഈസ് കാൾഡ് ഗോസസ് തിയറം. ഓക്കെ, അപ്പോൾ എൻക്ലോസ്ഡ് ചാർജ് മാത്രം. അതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ എൻക്ലോസ്ഡ് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ചിലരിവിടെ എൻക്ലോസ്ഡ് എന്ന് കാണിക്കുന്നതാണ്, എൻക്ലോസ്ഡ്. അപ്പോൾ ENC എന്നിടാം, എൻക്ലോസ്ഡ്. പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഫൈ എന്ന് പറഞ്ഞാൽ അല്ലേ, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ്. സോ ഫൈ ക്യാൻ ബി ആൾസോ റിട്ടൺ ആസ് E ഡോട്ട് DS ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? 1/ε0 ഇൻറ്റു Q. ഇത് എൻക്ലോസ്ഡ് ചാർജ് ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് ഗോസസ് തിയറം. ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിലായിരിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുക, ε0 വരുന്നത്. അപ്പോൾ ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പുറത്തുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട, അകത്തുള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ.
ഓക്കെ റെഡി. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ഒരു പ്രൂഫ് വേണമെങ്കിൽ പറയാൻ പറ്റും. സിമ്പിളായിട്ടൊരു പ്രൂഫ്. സി കൺസിഡർ എ ചാർജ് ഹിയർ അല്ലേ. ക്യൂ എന്ന് പറഞ്ഞ ഒരു ചാർജ് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യുന്നു. ക്യൂ ഇസ് ദി എമൗണ്ട് ഓഫ് ചാർജ് പ്ലേസ്ഡ് ഹിയർ. അപ്പോൾ ഇതിൽ നിന്നും ഫ്ലക്സ് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നതാണ്. ഫീൽഡ് ലൈൻസ് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നതാണ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ. അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്ക് വരും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എടുക്കുന്നു. അപ്പോൾ ഈ ഫീൽഡ് ലൈൻസ് എത്തിച്ചേരുന്ന ഒരു r ഡിസ്റ്റൻസ് എപ്പാർട്ട് ഞാനിവിടെ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുന്നു. എ സ്ഫിയർ. ആൻഡ് അറ്റ് ദിസ് പോയിൻ്റ്, ഈ പോയിൻ്റിൽ ഒരു ചെറിയ ഒരു സർഫസ് ഏരിയ പരിഗണിച്ചാൽ നമുക്കറിയാം, അസ്യൂമിങ് ദാറ്റ് ദിസ് പോയിൻ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് r. ഇത് r ആണ് ഡിസ്റ്റൻസ് എന്നിരിക്കട്ടെ. ദിസ് ഈസ് r. And a small area is taken here. This is the small area. And what is the area vector? It is always directed outwards, perpendicular to the surface or normal to the surface. Okay. But this is ds here. What is the intensity? Direction of intensity is like this. E. അല്ലേ. ഇൻറ്റൻസിറ്റി എപ്പോഴും പുറത്തേക്കാണ് അല്ലേ, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇത് ഡി എസ്, ഇത് ഇ ആണ്. അപ്പോൾ ഇതിനിടയിലുള്ള ആംഗിൾ ഇപ്പം നോക്കുമ്പോൾ അറിയാൻ പറ്റും അല്ലേ. നമുക്ക് നേരത്തെ അറിയാം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദിസ് സർഫസ്. സോ ഈ സർഫസിന് പെർപെൻഡിക്കുലറാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അതേപോലെ തന്നെ പെർപെൻഡിക്കുലറാണ് ഡി എസും. അപ്പോൾ ഇത് തമ്മിൽ എന്ത് വരും? പാരലായിട്ട് വരും. അപ്പോൾ ഇക്കും ഡി എസിനും ഇടയിലുള്ള ആംഗിൾ എന്ത് വരും? 0 ഡിഗ്രി വരും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫ്ലക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫ്ലക്സ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഓക്കെ റെഡി. കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് ഈസ് ദി ഫ്ലക്സ്? ടോട്ടൽ ഫ്ലക്സ് ഹിയർ. ടോട്ടൽ ഫ്ലക്സ് പാസിങ് ത്രൂ ദിസ് ക്ലോസ്ഡ് സർഫസ്. ടോട്ടൽ ഫ്ലക്സ്. അപ്പോൾ ചെറിയ ഫ്ലക്സ് ആണെങ്കിൽ, ഇതുവഴി പാസ് ചെയ്യുന്ന ചെറിയ ഫ്ലക്സ് ആണെങ്കിൽ d5 കൊടുക്കും. d5 ഈസിക്കൽ ടു ഇ ഡോട്ട് ഡി എസ് അല്ലേ. ഈസിക്കൽ ടു ഇ ഡി എസ് കോസ് 0 ഈസിക്കൽ ടു ഇ ഡി എസ് അല്ലേ. ഇ ഡി എസ്. ഓക്കെ. ദെൻ വാട്ട് ഈസ് എ ടോട്ടൽ ഫ്ലക്സ്? 5 ഈസിക്കൽ ടു നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇ ഡി എസ്. ഇനി വെക്ടർ കൊടുക്കാൻ പാടില്ല, കാരണം ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ മാഗ്നറ്റ്യൂഡ് ആയി കഴിഞ്ഞു. ഇ ഡി എസ് കോസ് 0 മീൻസ് മാഗ്നറ്റ്യൂഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇ ഡി എസ് മാഗ്നറ്റ്യൂഡാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. അത് ഇതിൻ്റെ r ഡിസ്റ്റൻസ് എപ്പാർട്ട് അല്ലേ. r ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിൽ എല്ലാ സ്ഥലങ്ങളിലും ഇ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ടേക്കൺ ഔട്ട് സൈഡ്. ബാക്കി ഇൻ്റഗ്രൽ ഡി എസ്. വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഡി എസ്? ടോട്ടൽ സർഫസ് ഏരിയ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എത്ര? ഇ ഇൻറ്റു 4πr² ആണ്. ഓഫ് ദിസ് സർഫസ്, നമ്മൾ അസ്യൂം ചെയ്ത സർഫസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ 4πr². അതാണ് 5. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നമുക്കറിയാം, വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിൻറ്റ് ഡ്യൂ ടു ദിസ് പോയിൻ്റ് ചാർജ്. നമ്മൾ പോയിൻ്റ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി പഠിച്ചില്ലേ? പറയണ്ടേ അങ്ങോട്ട്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിൻറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ? 1/4πε0 ഇൻറ്റു q/r². വെരി ഗുഡ്. ഇൻറ്റു 4πr². ഓക്കെ. സോ വാട്ട് ഈസ് ദി ആൻസർ? 4πയും കൊത്തിക്കളയാം. ഇത് രണ്ടും കൊത്തിക്കളഞ്ഞു. ഇവിടെ ഒരു r² കൊത്തിക്കളഞ്ഞു. ദെൻ വാട്ട് ഈസ് ദി ആൻസർ? 5 ഈസിക്കൽ ടു നമുക്കിവിടെ ഒരു ε0 അടിയിലുണ്ട്. സോ 1/ε0 ഇൻറ്റു ദിസ് ക്യൂ. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദിസ് സർഫസ്? 5 ഈസിക്കൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ്. ടോട്ടൽ ചാർജ് ഈസ് ക്യൂ ഹിയർ. അതാണ് പ്രത്യേകത. ഓക്കെ.
കിട്ടിയോ? അതാണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു സർഫസ് എടുത്തു. ഇവിടെ ഇങ്ങനെ ഒരു സർഫസ് ആലോചിക്കുക. ഇവിടെ -2 മൈക്രോ കൂളം, അതേപോലെ +1 മൈക്രോ കൂളം, അത് കണക്ക് -5 micro coulomb. These are the charges placed inside. What is the total flux passing through this surface? എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ടോട്ടൽ ഫ്ലക്സ് Phi is equal to 1/epsilon 0 into ടോട്ടൽ ചാർജ് അല്ലേ? വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ്? -2 -5 +1 അത്ര മൈക്രോ കൂളം. ദാറ്റ് ഈസ് equal to 1/epsilon 0 into വാട്ട് ഈസ് ദി ആൻസർ? -7 +1 അല്ലെ? -7 +1 എത്ര വരും? -6. അപ്പോൾ ഇൻറ്റു -6 മൈക്രോ കൂളം. ഇതായിരിക്കും ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫ്ലക്സ് ഉള്ളിലേക്കാണെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അല്ലേ? നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫ്ലക്സ് ഉള്ളിലേക്കാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഏതൊരു ക്ലോസ്ഡ് സർഫസിൽ കൂടെ പാസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വന്നു ചേരുന്നതോ ആയിട്ടുള്ള electric flux we can calculate simply by using Gauss's theorem, which is very important in electrostatics, and the mathematical form is Phi is equal to 1/epsilon 0 into Q enclosed charge. You must take enclosed charge, or Phi can be substituted by closed integral E dot ds equal to 1/epsilon 0 into Q, and this is its proof. So that is called Gauss's theorem. സോ ഇന്ന് നമുക്ക് ഇതേ ഉള്ളൂ. ഓക്കെ, ബൈ.